ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മോഡിഫിക്കറിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കിതിൻ്റെ ഒന്ന് മോഡിഫിക്കേഷൻ ഇന്ന് കുറച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ടയറൊന്ന് കളർ ചെയ്യാം. എന്താ ലൈറ്റ് ഓൺ അന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഡോറ്, പിന്നെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ഉണ്ടാവണം എല്ലാം മോഡിഫൈ ചെയ്ത്. അതിൽ നമുക്ക് കമൻറ്റ് വരണതാണ്. ഇതൊക്കെ വയ്ക്കണണ്ട, ഇതൊക്കെ കൊടുത്തേക്കണം. ആ വീഡിയോയിൽ ഒരു നല്ല കമൻറ്റ് ഇടണം. അവരെ പേര് നമ്മൾ ഈ കാറിൽ നമ്മൾ എഴുതുന്നതാണ്. നല്ല കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊരു മോഡിഫൈഡ് വീണ്ടും ആ വീഡിയോ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെല്ലാവരും നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ ആ വീഡിയോക്ക് കമൻറ്റ് ഇടുക, ഇതിനും ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. കാര്യം എന്താ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ വണ്ടി പൊടി എന്തൊക്കെ പണ്ട് മുമ്പേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ വണ്ടി കണ്ട് ഫുള്ള് നമ്മുടെ കീറി പൊളിക്കുന്ന അങ്ങനത്തെ വണ്ടി ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് സമയത്ത് എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻ്റാണ് ഫാബ്രിക്കിൻ്റെ ഈ പെയിൻറ്റ്. നമ്മൾ കമ്പനി പ്രൊമോട്ട് ചെയ്യണതല്ല, ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അധികമൊന്നും കൈ കൊണ്ട് വേറെപ്പുള്ള കൈ കൊണ്ട് തൊട്ടാൽ കളി പോകുന്നതാണ്. പിന്നെ നമ്മൾ ബ്രഷ് കൊണ്ട് ഇതാക്കണം, ബ്രഷാണ്. പിന്നെ ഇവിടെ ഇത് പച്ച കളർ ലൈറ്റ് പോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനെക്കാട്ടി മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അതിനെക്കാട്ടി മുമ്പ് നമ്മുടെ ഈ കാറ് നമ്മുടെ ഒരു മോഡിഫിക്കേഷനായിട്ട് ടയറിനൊക്കെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ നിന്ന് തുടങ്ങാം. ബ്ലാക്ക് തന്നെയല്ലേ ഗൈസ്, ബ്ലാക്കിൽ നിന്നും തുടങ്ങാം. നമ്മൾ ഇത് വെക്കുക, ബ്ലാക്ക് എടുക്കുക, അവിടെ പെയിൻറ്റ് ബ്രഷ് എടുക്കുക. നമുക്ക് നൈസായിട്ട് അടിച്ചു തുടങ്ങാം പെയിൻറ്റ്. ഉണ്ടോ, നമുക്കിവിടെ ബ്ലാക്ക് തന്നെ നല്ലത് തോന്നും. കാരണം വെച്ചാൽ കുറച്ചുകൂടിയും ഓരോർക്ക് ബ്ലാക്കും മഞ്ഞ അങ്ങനത്തെ ഒക്കെയാണ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട കേസ്. നമുക്ക് ഈ മിററ് നമുക്ക് വേണ്ടെന്നില്ല എന്നാണ്. നമുക്ക് അടുത്ത വീഡിയോ വേണമെങ്കിൽ തീരുമാനിക്കാം. നമ്മൾ പെയിൻ്റ് അടിച്ചു ഇവിടെ നിന്ന് പെയിൻ്റ് അടിച്ചിരിക്കട്ടെ. അപ്പോൾ മനസ്സിലായി നമ്മുടെ പെയിൻ്റ് അടിച്ചിരുന്ന ഭാഗം പെയിൻ്റ് അടിക്കാത്ത ഭാഗമുണ്ടോ ഡിഫറൻസ് നമ്മൾ ഒന്ന് സെറ്റാക്കി തുടങ്ങിയിട്ടുള്ളൂ. ഒന്ന് കുറച്ചും കൂടി പെയിൻ്റ് അടിച്ച് സെറ്റാകണം. എന്നിട്ടൊക്കെ ലൈറ്റിൻ്റെ അവിടുത്തെ ഭാഗം നോക്കണം. ഇത് നല്ല രസമുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് വെച്ച് അടിച്ചപ്പോൾ ആണെങ്കിൽ സെറ്റാവും. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ബ്ലാക്ക് കളറൊക്കെ അടിച്ചു സെറ്റാക്കി. ഇവിടെ ഒരു ഗ്രേ ഒരു കട കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. കാരണം വെച്ചാൽ അതൊന്ന് ഒറിജിനായിട്ട് വെറുതെ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട്, അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ടയറൊന്ന് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്, പെയിൻ്റ് അടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നീല തന്നെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ബ്ലൂ തന്നെയാണ് കുറച്ചുകൂടിയും ഈ ടയറിനൊക്കെ നല്ലത്. ബ്ലാക്കും കൂടി ഇത് മടിക്കുകയാണെങ്കിൽ, കാരണം ഫുൾ ബ്ലാക്കായിട്ട് ബോറാവും. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ എടുക്കുക, അടിക്കുക. പുറത്തൊക്കെ ഉണ്ടാകും ആൾക്ക് സെറ്റാക്കുക. പുറത്തൊക്കെ വരണം. ഇപ്പോൾ വെറുതെ തൊട്ട് നോക്കണല്ലോ. കാരണം വെച്ചാൽ ഇതൊക്കെ ഒന്ന് കുറച്ചാക്കി വെക്കുക. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പണി കുറച്ച് എളുപ്പമാവുക. കുറച്ചൊന്ന് ആക്കി വെക്കുക. ബാക്കി ഫിനിഷിങ് ഒക്കെ അപ്പം ചെയ്യാം. അപ്പം നമ്മളൊന്ന് തൊട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് സെറ്റാക്കുക. നമുക്ക് 2-3 പാർട്ടായിട്ട് ഇടുക. ഇതിൻ്റെ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ, എന്നിങ്ങനെ അടുപ്പിച്ചിടാൻ പറ്റില്ല. ഇത് നമുക്ക് പണിയെടുക്കണത് സെറ്റാക്കണം. പിന്നെ നമുക്ക് ഈ സാധനം അവിടെ നിന്ന് എടുത്ത് കളയണോ എന്നൊരു കമൻറ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഇത് സെറ്റാക്കണോ അല്ലെങ്കിൽ കളയണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു വെള്ള സാധനം ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ ഡോറിൻ്റെ ഇതുപോലെ. പിന്നെ നമുക്ക് ആ ഭാഗത്തൊരു
ചില്ല് പോലെ എന്തിനൊക്കെ ആക്കി കളർ അടിച്ചേക്കാം നമുക്ക്. പിന്നെ ഈ വര ഇട്ട് കൊടുത്തോണ്ട് ഈ സൈഡിൽ മഞ്ഞ വര ഫിനിഷിങ് വെറുതെ ഇട്ട് വെച്ചാണ്. അപ്പുറത്തുകൂടി ഇടണം, അപ്പുറത്തുകൂടി ഇട്ടാൽ സെറ്റാവും. അപ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം ടയറിൻ്റെ. അപ്പോൾ സെറ്റ് ബ്ലൂ ടയർ എന്താ ന്യൂ ടയർ ഗായ്സ്. നമ്മൾ പകുതി അടിച്ചുള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ഒരടി നമുക്കിപ്പോൾ തന്നെ നോക്കാം. സെറ്റാക്കി എടുക്കണ വണ്ടി നമുക്ക് എന്തായാലും. നമുക്ക് എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും മെല്ലെ മെല്ലെ എപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ. ഈ സ്കൂളിലെ കാരണം നമുക്ക് ടൈം കിട്ടില്ല അധികം. രാവിലെ വരിക, കിടന്നുറങ്ങുക. നമുക്കിത് അതുകൊണ്ട് അധികം ടൈമൊന്നും കിട്ടാറില്ല സ്കൂളിൽ പോകണ കാരണം. നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. പിന്നെ നമ്മളെ അറിയിക്കും ഇതൊക്കെ ഇങ്ങനത്തെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിപ്പിക്കുക. 3 ടയർ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു മടുപ്പായി. നമുക്ക് നമ്മുടെ ചെണ്ടിയൊക്കെ ഇത്ര ഉള്ളൂ, അധികം എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല ജലദോഷം ഒക്കെ ഉണ്ട്, ജലദോഷമുണ്ട്. നമ്മൾ പെയിൻ്റ് അടിച്ച് ബ്ലൂ ലൈറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് അടിച്ചു. ഇവിടെ നിന്ന് ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ അത് സെറ്റാക്കാം. പിന്നെ ബ്ലൂ ടയർ ബ്ലൂ ടയർ നമ്മളാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ആക്കിയിട്ടില്ല, അടുത്ത വീഡിയോ നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ മേലെ ഭാഗമാണ് കാണിച്ചത്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഈ കളർ വേണോ നമുക്ക് ഇവിടെ ബാക്കിയുള്ളതിൽ അടിക്കേണ്ടതെന്ന് നമ്മൾ സാമ്പിളിന് വേണ്ടി ആക്കി വെച്ചാൽ ഇത് അടിച്ചാൽ മതി. ഇവിടെയൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ സീ യു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഇതിൻ്റെ ബാക്കി പരിപാടി കാട്ടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ സീ യു.